ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ സമയത്ത് നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നമുക്കൊരു വചനം വായിക്കാം. അനുസരിച്ച് എസ്തേർ 4:14. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ യഹോവ നിന്നെ സ്തുതിക്കുന്നു. അടിയൻ അപ്പൻ്റെ വചനവുമായി നിൽക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകണം. അടിയനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. വചനം കേൾക്കുന്ന എൻ്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ഈ വചനം അവരുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഇതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 100 മേനി ഫലം കൊയ്യുവാൻ സ്വർഗം സഹായിക്കണം. ഈ വചനം അവരുടെ ഹൃദയത്തിൽ ആശ്വാസമായി തീരണമേ, അനുഗ്രഹമായി തീരുമാറണമേ. ആരോ മുതൽ അവസാനം അവർ ദൈവകരം കൊണ്ടിരിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായി സ്തുതിക്കുന്നു, വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം വായിക്കാം. എസ്തേർ 4:14. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ദൈവം നമുക്ക് തന്ന നല്ല വചനത്തിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് നാം മിണ്ടാതിരിക്കരുത് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്നിവിടെ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. എസ്തേറിൻ്റെ പുസ്തകം എടുത്താൽ നമുക്ക് 2 വ്യക്തി ജീവിതങ്ങളെ കാണാൻ കഴിയും. ഒന്ന് എസ്തേർ, ഒന്ന് മൊർദെഖായ്. എസ്തേർ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു അനാഥ പെൺകുട്ടിയാണ്. ഒരു സാധാരണമായ ഒരു അനാഥ പെൺകുട്ടി. ആ പെൺകുട്ടി എടുത്തു വളർത്തുന്ന ആളാണ് മൊർദെഖായ്. മൊർദെഖായ് ചിറ്റപ്പനാണ്, എസ്തേറിൻ്റെ ചിറ്റപ്പനാണ്. ചിറ്റപ്പൻ എടുത്തു വളർത്തുന്ന കുഞ്ഞാണ് എസ്തേർ. എസ്തേർ ഒരു അനാഥ പെൺകുട്ടിയാണ്. പക്ഷേ ദൈവിക പദ്ധതി, ദൈവിക നിയോഗം എസ്തേർ എന്ന പെൺകുട്ടിയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ ഒരു വലിയൊരു നിയോഗം, ആ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു നിയോഗം എസ്തേറിൻ്റെ മേൽ കിടപ്പുണ്ടായിരുന്നു. സമയമായപ്പോൾ ദൈവം എത്തിക്കേണ്ട സ്ഥലത്ത് എസ്തേറിനെ എത്തിച്ചു. എന്നിരുന്നാലും അവൾ രാജസ്ഥാനിൽ നിൽക്കുകയാണ്. എല്ലാവിധ നന്മകളുണ്ട്, രാജപദവിയിലിരിക്കുന്നു, സ്ഥാനമാനങ്ങളുണ്ട്, ഉന്നതിയിലിരിക്കുന്നു. എങ്കിലും അതിലൊന്നും മയങ്ങിപ്പോകാതെ എസ്തേർ എന്ന പെൺകുട്ടിയും ദൈവം എന്താണോ തന്നിൽ വച്ചിരിക്കുന്നത്, ദൈവിക പദ്ധതി, ദൈവിക നിയോഗം എന്താണോ അതിനനുസരിച്ച് എസ്തേർ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ നമുക്ക് മൊർദെഖായി കാണാൻ കഴിയും. തൻ്റെ വളർത്തുപുത്രിയാണ് എസ്തേർ. എസ്തേറിനെ അതിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുവാൻ മൊർദെഖായിക്ക് കഴിഞ്ഞു. ദൈവിക നിയോഗം, ദൈവിക പദ്ധതി ആ എസ്തേറിനുണ്ടെന്ന് മൊർദെഖായിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് തൻ്റെ വളർത്തുമകളെ, തൻ്റെ എസ്തേറിനെ വരുവാനുള്ള പരിജ്ഞാനവും ജ്ഞാനവും മൊർദെഖായിക്ക് ദൈവം നൽകുവാനായിട്ടിരുന്നു. അതനുസരിച്ച് മൊർദെഖായി എസ്തേറിനെ വളർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു സമയമായപ്പോൾ ആ രാജ്യത്ത് ഒരു മഹാകഷ്ടത ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇസ്രായേൽ മക്കളെ ഒന്നടക്കം കൊല്ലുവാനുള്ള ഒരു രാജകൽപ്പന അവിടെ ഒരുങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് വചനം വായിക്കാം. ആ സമയത്താണ് മൊർദെഖായ് എസ്തേറിനോട് പറയുന്നത്. 13-14 വായിക്കാം. എസ്തേർ 4:13-14. മൊർദെഖായ് എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിലിരിക്കുകയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലം ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്ന് നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം? അതിന് എസ്തേർ മൊർദെഖായിയോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ ചെന്ന് ശൂഷനുള്ള എല്ലാ യഹൂദന്മാരെയും വിളിച്ച് എന്ത് ചെയ്യണം? 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കൽപ്പിക്കണം. ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ എസ്തേറിനോട് പറയണം, നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്. ഈ സമയത്ത് നീ മിണ്ടാതിരിക്കും. പക്ഷെ അവിടെ രാജ്യത്തിനൊരു വിടുതൽ വേണം. ദൈവം ഒരാളെ എണീപ്പിക്കും, രക്ഷയും മറ്റൊരു സ്ഥലത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകുവാനായിട്ട് ഇടയത്. ആ ദൈവിക വിളി നിന്നിലാണുള്ളത്, ആ ദൈവിക പദ്ധതി നിന്നിലാണുള്ളത്, ആ ദൈവിക അരുളപ്പാട് നിന്നിലാണുള്ളത്. നീ അതനുസരിച്ചില്ല എങ്കിൽ, ദൈവിക കൽപ്പന അനുസരിച്ചില്ല എങ്കിൽ, ദൈവിക അരുളപ്പാട് നീ അനുസരിക്കുവാൻ തയ്യാറായില്ല എങ്കിൽ നിനക്ക് അയ്യോ കഷ്ടം. നിന്റെ സ്ഥാനം ദൈവം ഒരാളെ എടുക്കും. അവിടെ രക്ഷയുണ്ടാകും, വിടുതലുണ്ടാകും, ഉദ്ധാരണമുണ്ടാകും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകുവാനായിട്ട് ഇടയെത്തീരുമെന്ന് ദൈവവചനം പറയുന്നു. നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്.
അതുകൊണ്ട് പ്രിയ ദൈവ പൈതലേ, നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത്. നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ദൈവവചനം പറയാനുള്ള സമയമാണ്, പ്രാർത്ഥിക്കാനുള്ള സമയം. ദൈവവചനം പറയുന്നവരെക്കാളും പ്രാർത്ഥിക്കുന്നവർ ശക്തരാണ്. പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ നീ ശക്തരാണ്, പവർഫുള്ളാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും. പല ഇടങ്ങളിൽ നമുക്ക് ഒരു മീറ്റിംഗ് ആയിട്ട് വെച്ച്, അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരെ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും കൂട്ടമായിട്ട് ഇരുന്ന് നമ്മുടെ പ്രാർത്ഥന ഷെയർ ചെയ്യുവാനും എല്ലാത്തിനും നമുക്ക് ഇന്ന് കഴിയും. ദൈവം എന്താണോ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവിക പദ്ധതി എന്താണോ, ദൈവം നിന്നോട് എന്താണോ പറയുന്നത്, അത് നീ അനുസരിക്കുവാൻ തയ്യാറാകണം. നീ അനുസരണമുള്ള ഒരു വ്യക്തിയാകണം. അനുസരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്കറിയാൻ കഴിയും. നോഹ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. നോഹ